ശാസ്ത്രമാരുടെ നൈപുണ്യ വികസന പരിശീലന പരിപാടിയാണ് ഇയാൻ ജനറേഷൻ്റെ ടാപ്പിംഗ് നടക്കുന്ന തോട്ടങ്ങളിൽ നിന്നുള്ള ടാപ്പർമാരെ നമ്മുടെ കേരളത്തിലെ 4 ജില്ലകളിൽ നടക്കുന്ന ഒരു പദ്ധതിയിൽ 4ആയിട്ട് നമ്മുടെ പരിശീലന പരിപാടിയുടെ ആരംഭം അത് മലബാറിൽ നിന്ന് കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ ഭാഗം ഉള്ള ടാപ്പർമാരെ നമ്മുടെ ഉള്ള ആൾക്കാർ രാജീവൻ സാർ എല്ലാവരും വ്യക്തിയാണ് ഹരിഹരൻ സാർ. ഹരിഹരൻ സാർ എന്ന് പറയുന്നത് നമുക്കറിയാം, ലോകത്ത് ഇന്ന് ഏകദേശം 50,000 സാധനങ്ങളാണ് അതിൽ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കുന്ന സെന്റിമീറ്റർ മരങ്ങളാണ്. ആ മരങ്ങൾ നമ്മൾ 30 ഡിഗ്രി എന്തിനായി 30 ഡിഗ്രി തെരുവിനെ 30 ഡിഗ്രി തെരുവെന്ന് പറഞ്ഞാൽ മാത്രം പോലെ ഇട ദിവസത്തിൽ നിന്നും പല ദിവസത്തിൽ ഇടമണിക്കൂർ മുമ്പ് ടാപ്പിംഗ് ചെയ്യേണ്ടി വരും. എന്തിനാ ചെയ്യണേ? ആ സമയത്ത് മരത്തിനകത്തുള്ള സമ്മർദ്ദം വളരെ കൂടുതലാണ്. അങ്ങനെ മരത്തിനകത്തുള്ള സന്ദർഭം വളരെ കൂടുതലായിരിക്കുന്ന സമയത്ത് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആകർഷണ ശക്തിയുണ്ട് അല്ലേ? ആ ആകർഷണ ശക്തി എന്ത് ചെയ്യും? അതിനെ താഴോട്ട് വലിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ മരത്തിൽ നിന്ന് എന്തുമാത്രം പാല് പുറകോട്ട് പ്രവഹിക്കണമോ അത്രയും പാല് പുറകോട്ട് പ്രവഹിക്കാനായിട്ട് വിഘാതമായിട്ടാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണം പ്രവർത്തിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ മുകളിലോട്ട് എന്ത് പറ്റുന്നത്? ഈ ഗുരുത്വാകർഷണം ഈ പാലിനെ വലിച്ചെടുക്കുക. അതുകൊണ്ടാണ് നമുക്ക് മുകളിലോട്ട് വെക്കുന്നത് പാല് കൂടുതൽ. അപ്പോൾ ഇത് നമ്മൾ ഈ കണക്കിന് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നെറ്റ് ബെനിഫിറ്റ് ഉണ്ട്. എന്താണ് നെറ്റ് ബെനിഫിറ്റ്? നമ്മുടെ 20 കൊല്ലം 22 കൊല്ലം മരങ്ങൾ ഒരു റീപ്ലാന്റിങ്ങിന് 6 ലക്ഷം രൂപ സംസാരിക്കും. അപ്പോൾ അതിനുള്ള സന്ദർഭമല്ല. ശരി, അപ്പോൾ അതിരിക്കട്ടെ. ഞാൻ രണ്ടാമതായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവുമായിട്ടുള്ള ഒരു ബന്ധം പറഞ്ഞ് ഞങ്ങൾക്ക് നമ്മളൊരു പരിചയമില്ല. ആ കൂടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം പുള്ളിയുടെ ആവശ്യം ഞാൻ കണ്ടു. പക്ഷേ ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കി. ഞങ്ങളുടെ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ട്രെയിനിങ് കഴിഞ്ഞ ഒരു സ്ത്രീ, അവർ പേര് അവരിവിടെ ജോലിക്ക് വന്നു. ഒരു ഇൻറ്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പ്. അങ്ങനെയാണ് ഇങ്ങനൊരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അങ്ങനെ ഒരു ദിവസം ഞാനിവിടെ പുനലൂർ ഒരു തോട്ടത്തിൽ പോകുമ്പോൾ ബിജു കുമാർ എന്നൊരാളാണ്, പുള്ളി കിഴാക്കിൻ്റെ അഡീഷണൽ ഡയറക്ടറായിരുന്ന ആളാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ പ്രസ്ഥാനം ഉണ്ട്, എനിക്ക് അവിടെ ഒന്ന് പോകണം, അവിടെ ഒന്ന് കാണണം. അന്ന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് സഹകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളതിന് സഹകരിക്കുന്നതിന് ഒരു പ്രത്യേക ഉദ്ദേശത്തിൽ കൂടിയാണ്. 3 മാനദണ്ഡം. ഇവർ റബ്ബർ ബോർഡിൻ്റെ ഒരു പ്രസ്ഥാനമൊന്നും അവർ സ്വന്തമായിട്ട് നടത്തും. അപ്പോൾ ഞങ്ങളിവരെ സഹകരിക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും ടാപ്പിങ്ങിന് ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഇവർ ടാപ്പിംഗാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അവർക്ക് അതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാമെങ്കിൽ കണിശമായിട്ടും ഉൽപ്പാദന വർധന ഉണ്ടാകും. ഞങ്ങളുടെ ലക്ഷ്യം 1 ഉൽപ്പാദനം. 2 കുറേയധികം തോട്ടങ്ങളിലൂടെ ടാപ്പ് ചെയ്യാൻ കിടപ്പുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്ത മുതലാളിമാർക്ക് ഒരു വരുമാനം അതിന് ഒരിക്കലും ഒരു ചൂഷണത്തിന് ഞങ്ങൾ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോൾ ഈ പ്രസ്ഥാനം നല്ലതുപോലെ വന്നു കഴിഞ്ഞാൽ അതുവഴി കുറേ ടാപ്പേഴ്സിന് ശാസ്ത്രീയമായിട്ട് ടാപ്പ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ കണിശമായിട്ടും ഉൽപ്പാദനക്ഷമത കൂടും. അതുവഴി രാജ്യത്ത് കുറച്ചുകൂടെ റബ്ബർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള സതുദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഇതിലോട്ട് കൊണ്ടുവരുന്നത്. ഇല്ലാതെ ഇതൊരു ചൂഷണമായിട്ട് വരികയാണെങ്കിൽ ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ചൂഷണമെന്ന് ഞാൻ പറഞ്ഞത് ഈ 30-40 വർഷം ടാപ്പ് ചെയ്യേണ്ട മരങ്ങൾ ഒരു 35 വർഷമെങ്കിലും നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിന് ഞാൻ ചൂഷണമെന്ന് പറയില്ല. പക്ഷേ 40 വർഷം ടാപ്പ് ചെയ്യേണ്ട മരങ്ങൾ 20 വർഷം കൊണ്ട് 25 വർഷം വീട്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനോട് എനിക്ക് എതിരിയാൻ സാധിക്കില്ല. അപ്പം ഞാൻ അന്ന് കണക്കാക്കിയാണ് വേറെ 2 പേരും. കാരണം എൻ്റെ അനുഭവം എനിക്കിപ്പോൾ 83 വയസ്സായി. എനിക്കിങ്ങനെ ഇങ്ങനെ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ സംസാരിച്ചുള്ള നിരന്തരം പറ്റാനൊന്നും പറ്റില്ല. അപ്പോൾ അതിന് പറ്റിയ 2 ആൾക്കാരെയാണ് ഞാനിവിടെ സജ്ജമാക്കി നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇപ്പോഴത്തെ റബ്ബർ കൃഷിയെ പറ്റി ഇപ്പം എന്നെപ്പറ്റി സെക്യൂരിറ്റി വിളിക്കുമ്പോൾ എന്നെക്കാളും കൂടുതലുള്ള ആളാണ് പോയത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ PhD വരെ പഠിച്ചു. പുള്ളി PhD കാരണം ഡോക്ടറേറ്റുള്ള മനുഷ്യൻ. പുള്ളിക്ക് അത്രത്തോളം അറിവും പ്രവർത്തന പരിചയമുള്ള വ്യക്തി തന്നെയാണ്. പ്രവൃത്തി പരിചയം മാത്രമല്ല, ഞാൻ അതിൻ്റെ പുറത്ത് കാണുന്നവരെല്ലാം കൂടെ എന്താണ് നടന്നു ആത്മാർത്ഥത, ചെയ്യുന്ന ജോലിയിലുള്ള സത്യസന്ധത, ആത്മാർത്ഥത. റബ്ബർ ബോണ്ട് മുഖമുദ്ര നമ്മൾ പറയുന്നതാണ്. റബ്ബർ ബോണ്ട്
സാധാരണ ഒരു ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇതൊരു സംസ്കാരമാണ്. സോഷ്യൽ സർവീസിൻ്റെ സംസ്കാരമാണ്. റൂറൽ ഡെവലപ്മെൻറ്റൊരു സംസ്കാരം. ആ സംസ്കാരം എന്താണെന്ന് ആർട്ടിസ്റ്റ് നോക്കിയാൽ അറിയാം. കേരളത്തിൽ നിന്ന് കാണുന്ന ഐശ്വര്യമുണ്ടെങ്കിൽ അതിന് ഒരു കാരണം റബ്ബർ കൃഷി തന്നെയാണ്, സംസ്കൃതം. അപ്പോൾ അതിന് റബ്ബർ കൃഷിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പൈസയെങ്കിലും രാജ്യത്തിന് കൂടുതൽ കിട്ടാൻ സാധ്യമുണ്ടെങ്കിൽ അതിന് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിന് എനിക്ക് തോന്നിയതിൽ കിട്ടിയ ബെസ്റ്റ് 2 ഹാൻഡ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ സർവീസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കും ഈ പ്രസ്ഥാനത്തിനും അതുപോലെ രാജ്യത്തിനും കൽമടക്കി ടാപ്പിംഗ് ക്ലാസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ ഗുരുനാഥനും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ വിദേശ സഹായവും ഗൈഡൻസും എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞങ്ങൾ ആഴ്ചയിലൊരു 3-4 ദിവസമെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കുന്നു. അതൊരു ഉന്മേഷമാണ് ശരിക്കും. നിങ്ങളൊക്കെ റിട്ടയർ ചെയ്ത് ഇരിക്കുന്ന അവസരത്തിലാണെങ്കിലും ഇപ്പോഴിതേക്കുറിച്ച് ഓർക്കാനും ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്നത് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ. ഞാൻ പറഞ്ഞു, സർവീസിലിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുമ്പേ പഠിക്കാൻ പറ്റുമായിരുന്നു. അല്ലാതെ തന്നെ സാറിൽ നിന്ന് ആർജിച്ച ഒരു കരുത്ത് ആണ് എന്നെ ഈ പന്ഥാവിലേക്ക് തിരിച്ചുവിടാനും ഇപ്പോഴും ഇത് തുടരാനും പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ സാറിൻ്റെ ഒരു സാന്നിധ്യം ഇന്ന് കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു സാറിനോട് ഒരു ദിവസം എന്തെങ്കിലും ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് വരണം. അങ്ങനെ സാറിൻ്റെ ദിവസം കൂടെ സൗകര്യം കണക്കാക്കിയാണ് തിരുവനന്തപുരത്ത് നിന്ന് അടുത്തുള്ള ഒരു സ്ഥലം എന്ന് കണക്കാക്കി നമ്മൾ കിളിമാനൂർ ഇന്ന് ഈ പ്രോഗ്രാമിൽ സാറ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് റബ്ബർ കൃഷി ഹരിഹരൻ സാറിലൂടെ എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു റബ്ബർ മരവും ഹരിഹര സാറിൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലായിക്കാം. വിമർശന ബുദ്ധിയാ നോക്കുന്നവർക്ക് പോലും അത് വ്യക്തമായി മനസ്സിലായിക്കാം. അതാണ് ഞങ്ങളെയൊക്കെ സാറിൻ്റെ പാത സേവകരായിട്ട് അല്ലെങ്കിൽ പാത നമസ്കരിക്കുന്ന ആൾക്കാരായിട്ട് മാറ്റിയത്. അപ്പോൾ ഇനി നമുക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അല്പം ആരോഗ്യ പ്രശ്നമുണ്ട്. എങ്കിലും ഇതിനകത്ത് പങ്കെടുക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് അല്പം ബുദ്ധിമുട്ടിയാണെങ്കിൽ ഇവിടെ എത്തിയത്. കുറച്ച് ദിവസമായിട്ട് ട്രീറ്റ്മെൻറ്റിലാണ്, കോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അതുകൊണ്ട് കൂടുതൽ തന്നെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഗ്രാം നമ്മൾ സാധാരണ നടത്തുന്ന ട്രെയിനിങ് പരിപാടികളിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ്. ഇത് ഞങ്ങൾ ഇവിടെ വന്നത് നിങ്ങളാ ആൾക്കാരെ ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാനായിട്ടല്ല എന്ന് ആദ്യമേ പറയട്ടെ. കാരണം റബ്ബർ മരങ്ങളെ ഞങ്ങളെക്കാൾ കൂടുതൽ അടുത്തറിയുന്ന ഓരോ വ്യക്തികളുമാണ് ഇവിടെ നിൽക്കുന്നത്. ആത്മബന്ധം റബ്ബറുമായിട്ടുണ്ട്, അല്ലെങ്കിൽ റബ്ബർ മരങ്ങളുടെ പൾസ് മനസ്സിലാക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഓരോരുത്തരും. വർഷങ്ങളായിട്ട് ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് പലരുടെയും സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഒന്നിച്ച് 2-3 ദിവസം പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ശാസ്ത്രീയമായി പഠിച്ചെടുത്ത ഒരുപാട് കാര്യങ്ങളും നിങ്ങൾ പ്രായോഗിക തലത്തിൽ മനസ്സിലാക്കിയ പല കാര്യങ്ങളും, പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ റബ്ബർ ഉൽപ്പാദനം കൂട്ടിയെടുക്കാൻ പറ്റും. ഇതിനകത്ത് നമ്മൾ എഴുതിയിട്ടുണ്ട് ആയാസം കൂടാതെ ആദായം കൂട്ടാനുള്ള മാർഗം. ഇപ്പം നിങ്ങൾ ചെയ്യുന്ന ടാപ്പിംഗ് പരിപാടികളെല്ലാം അതേപോലെ തന്നെ തുടർന്നാൽ മതി. അതിന് ചെറിയ കാര്യങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ആദായം കൂട്ടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെന്ന് ഞങ്ങളുടെ അനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി. ആ കാര്യം നിങ്ങളുമായിട്ടൊന്ന് സംവദിക്കാനും അതിനുള്ള മാർഗം ഇവിടെ കാണിക്കാനും വേണ്ടിയാണ് ഈ ട്രെയിനിങ് പരിപാടി. ഇതൊരു ട്രെയിനിങ് എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ട്രെയിനിങ് ആണെങ്കിൽ കുറച്ച് ദിവസം കൂടുതൽ വേണ്ടി നമ്മൾ 3 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ്, ശില്പശാല എന്ന് കൂട്ടിയാൽ മതി. അപ്പം ഇതിനകത്ത് വളരെ ദൈവ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് സാറിൻ്റെ ഒരു സാന്നിധ്യം നമുക്കിന്ന് ഇവിടെ കിട്ടിയത്. ഇത്രയും കാര്യങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് സാറ് പറഞ്ഞല്ലോ, ഇന്ന് ഒരു ദിവസവും 2-3 ദിവസവും ഈ റബ്ബർ കൃഷിയോ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ സാറിന് പറ്റും. ഇത്രയധികം കാര്യങ്ങളുണ്ട് പറയാനും. ഇത്രയും സമയം, കുഞ്ഞിൻ്റെ സമയം കൊണ്ട് ഒരു അത്യാവശ്യം ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കിട്ടിയ വിവരം ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾ, അതായത് റബ്ബർ ടാപ്പിങ്ങിൽ ഏറ്റവും വൈദഗ്ധ്യം നേടിയിട്ടുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകനായിട്ടുള്ള ടോമി നിങ്ങളുടെ ടാപ്പിങ്ങിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ, റബ്ബർ ബോർഡ് വിഭാവനം ചെയ്തിട്ടുള്ള ടാപ്പിങ്ങിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്നൊന്ന് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ എല്ലാ തോട്ടങ്ങളിലേക്കും പോകും.
നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ള ടാപ്പിംഗ് ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന ഓരോ ടാപ്പർമാരും ടാപ്പ് ചെയ്യുന്ന 1 or 2 തോട്ടങ്ങൾ നമ്മൾ പോയി വിസിറ്റ് ചെയ്യും. ഇവിടെ കഴിഞ്ഞാൽ അടുത്തൊരു തോട്ടത്തിലേക്ക് പോകുന്നു, എല്ലാവരും കൂടെ പോകുന്നു. അവിടെ പോയിട്ട് നിങ്ങളെല്ലാവരും തന്നെ ഓരോ തോട്ടത്തിലെയും മരങ്ങൾ നോക്കിക്കാണുന്നു. അങ്ങനെ നോക്കിക്കാണുമ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങൾ പലരും ഉണ്ടാകും. ഇപ്പോൾ എന്താ പേര്? മുജീബ്. ഇദ്ദേഹത്തിൻ്റെ പേരെന്താ? സനീഷ്. മുജീബിൻ്റെ തോട്ടം സനീഷ് കുമാർ വന്ന് കാണുമ്പോൾ സനീഷ് കുമാറിന് ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ചില എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയാം. അപ്പോൾ മുജീബിന് സനീഷ് കുമാറിൻ്റെ തോട്ടത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നോക്കി കാണാനും എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് പറയാനും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പരസ്പരം നിങ്ങൾ നോക്കിക്കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്നിട്ട് അവസാനമാകുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഗോപകുമാറിൻ്റെ ടീമും ചെയ്തുകൊണ്ട് അപ്പോൾ നമുക്കിത് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആ രീതിയിലുള്ള ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും അതിനകത്തേക്ക് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യാനും അത്യാവശ്യമായിട്ട് ഇതിനകത്ത് എല്ലാ ദിവസവും 3 ദിവസവും നിങ്ങളെല്ലാവരും ഇതിനകത്ത് നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും കൂടി ചെയ്യാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുന്നത്. ഇന്ന് എൻ്റെ തോട്ടം വന്ന് കണ്ടു കഴിഞ്ഞു, ഇനി എൻ്റെ പരിപാടി കഴിഞ്ഞു, ഞാൻ നാളെ വരുന്നില്ല എന്ന് വിചാരിക്കരുത് എന്നാണ് അർത്ഥം. 3 ദിവസവും നിർബന്ധമായിട്ട് പങ്കെടുക്കണം. നമ്മുടെ തോട്ടം പോലെ തന്നെ മറ്റുള്ളവരുടെ തോട്ടവും കാണാൻ കിട്ടുന്ന അപൂർവമായിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കാണും. അതുകൂടി നിങ്ങൾ പ്രയോജനപ്പെടുത്തും. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ ഇത്രയും കാര്യമേ ഞാൻ ആമുഖമായിട്ട് പറയുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ ഒന്ന് കാണിച്ചു തരാനായിട്ട് ഒരു ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ എക്സർസൈസ് ചെയ്യും. അപ്പോൾ ഞാൻ ടോമിയെ ക്ഷണിക്കുകയാണ് വിവരങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ഓരോരുത്തരും പോയി തോട്ടത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോയി ഒബ്സർവ് ചെയ്യാൻ കാര്യങ്ങൾ കേട്ടോ. സുഹൃത്തുക്കളെ, അപ്പോൾ ഞാൻ ഹരിയൻ സാറ് വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ ടെക്നിക്കലായിട്ട് അധികം പറയുന്നു. ലൈൻ എങ്ങനെയാണ് ആ ലൈനിന് സമാന്തരമായിട്ട് വേണം വെട്ടിയാൽ നിർമ്മിക്കാൻ. പിന്നെ ചുറ്റുവട്ടത്തിന് പകുതി ഒരു മരത്തിലുണ്ടാകുന്ന കാഠിന്യം തീരുമാനിക്കപ്പെടുന്നു. അതിൻ്റെ കട്ടയുടെ നീളം എത്ര ദിവസത്തിൽ ഒരിക്കൽ ടാപ്പ് ചെയ്യുന്നതിന് അതിന് എത്ര ദിവസം കൂടിയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മൾ മരം മാർക്ക് ചെയ്യുമ്പോൾ എല്ലാ സാഹചര്യത്തിൽ ഒന്നുകൂടെ ചുറ്റുവട്ടം കണ്ടുപിടിച്ച് അവിടെ അടയാളം കൊടുത്തിട്ട് ഈ 2 ഡോട്ടുകൾ തമ്മിൽ നേരെ വരപ്പ് ചോദിച്ച് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന മരമാണെങ്കിൽ ആ കുഴപ്പമില്ല, നേരെ വരച്ചാൽ മതി. അപ്പോൾ നമുക്കൊരു മരം വരച്ച് കിടക്കും. നമ്മളൊരു ഈ മരം നേർരേഖയായിരിക്കും. ആയിട്ട് കയറി വരുന്നുണ്ട്. നമുക്കിത് വായുവായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ അടയാളം കൊടുത്തിട്ട് റൈറ്റ്